ഇസ്രായേലിൻ്റെ എല്ലാ കാര്യങ്ങളും ഇറാൻ ചോർത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിനെ നെഞ്ചിടിപ്പോടെയാണ് അമേരിക്കയും കാണുന്നത്. ഇറാനെ നമുക്കറിയാം, ഒരു മനുഷ്യത്വവുമില്ലാത്ത, ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത ജനങ്ങളെ അല്ലെങ്കിൽ തങ്ങളുടെ എതിരാളികളെ ഏത് തരത്തിലും തീർക്കുക എന്ന ലക്ഷ്യം മാത്രമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ആ ഇറാന് ഇസ്രായേലിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ഉണ്ടാകുമോ? ഇസ്രായേലിൻ്റെ സൈനിക നീക്കം അല്ലെങ്കിൽ സൈനിക മുന്നേറ്റം എന്ന് പറയുന്നത് ലോകത്ത് ഒരു രാജ്യത്തിനും തടുത്തു നിർത്താൻ കഴിയാത്തതാണെന്നും മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത തന്ത്രങ്ങളാണ് തങ്ങൾക്കുള്ളതെന്നും എപ്പോഴും ലോകത്തിന് മുന്നിൽ അവകാശപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇസ്രായേൽ. അതവർ തെളിയിച്ചിട്ടുമുണ്ട്. കാരണം അവർ ഗസയിൽ നടത്തുന്ന ആക്രമണം, യമനിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ അറബ് രാജ്യങ്ങളിൽ പോലും ആക്രമണം നടത്തി തങ്ങളുടെ ശക്തി തെളിയിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. അവർക്ക് ചില ആണവ പദ്ധതികളുണ്ട്. അവരുടെ സൈനിക മുന്നേറ്റവുമായി ബന്ധപ്പെട്ട ചില തന്ത്രങ്ങളുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൊടുക്കുന്ന ആയുധങ്ങൾ അവരുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് അവർ മെച്ചപ്പെടുത്തി അത് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല നീക്കങ്ങളുടെയും തന്ത്രപരമായ രഹസ്യങ്ങൾ ഇപ്പോൾ ചോർത്തപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇത് ചോർത്തിയതായിക്കോട്ടെ ഇസ്രായേലിൻ്റെ എക്കാലത്തെയും വലിയ ശത്രുവായ ഇറാനാണ്. അപ്പം അയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന അവിടുത്തെ ഈ ഇറാൻ്റെ ഒരു സർവ്വ സൈന്യാധിപൻ എന്ന് പറയാവുന്ന അവിടുത്തെ മതാചാര്യൻ, അയാൾ തന്നെ വളരെ ധൈര്യപൂർവ്വം ഇപ്പോൾ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്നു. അമേരിക്ക പറയുന്ന ആണവ ആയുധങ്ങളുടെ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ അത് നിരായുധീകരണമൊക്കെയായി ബന്ധപ്പെട്ട് നമുക്കൊരു ഉടമ്പടിയിൽ ഒപ്പുണ്ടെന്ന് പറയുമ്പോൾ ഒക്കെ അത് തള്ളിക്കളയുന്നുണ്ട്. അപ്പോൾ ഈ തള്ളിക്കളയുന്നതിനൊക്കെ തന്നെ അയത്തുള്ള അലി ഖമനൈക്ക് ധൈര്യം എവിടുന്ന് കിട്ടി? പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ അതിൻ്റെ ഉത്തരം ഇറാനിലെ ഗവൺമെൻറ് ഔദ്യോഗികമായി പറയുന്നുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ ആണവ രഹസ്യങ്ങളുടെ പല നീക്കങ്ങളുടെയും വിവരങ്ങൾ ഞങ്ങൾ ചോർത്തിയെടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ കൈവശം അതുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഭയപ്പെടുന്നു, ഒപ്പം അമേരിക്കയും ഭയപ്പെടുന്നു. കാരണം ഇസ്രായേലിൻ്റെ എല്ലാ നീക്കങ്ങൾക്കും പിന്തുണയുമായി കൂടെ നിൽക്കുന്ന രാജ്യം അമേരിക്കയാണ്. ജോ ബൈഡൻ മാറി ഡൊണാൾഡ് ട്രംപ് വന്ന ആ സമയം മുതൽ തന്നെ ഇസ്രായേലിന് ആക്രമിക്കാനുള്ള എല്ലാ പ്രചോദനവും ധൈര്യവും ആയുധവും പണവും ഒക്കെ തന്നെ അമേരിക്ക നൽകി. അപ്പോൾ ഇരു രാജ്യങ്ങളുടെയും സൈനിക രഹസ്യങ്ങൾ ഉൾപ്പെടെ ഇറാൻ ചോർത്തിയെന്ന് അവകാശപ്പെടുന്നു. അവരുടെ ഔദ്യോഗികമായ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് പറയുന്നത് ഇസ്രായേലിൻ്റെ പല രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്. നേരത്തെ തന്നെ ഇറാൻ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അല്ലെ ആണവ സംഭരണമൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന മേഖലകൾക്ക് നേരെ സൈബർ അറ്റാക്ക് നടത്തിയിരുന്നു. ഈ സൈബർ അറ്റാക്ക് നടത്തുന്നതിന് മുമ്പ് 2018 തന്നെ അവിടുത്തെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഞങ്ങളുടെ കുറച്ച് രഹസ്യങ്ങളൊക്കെ ഇറാൻ ചോർത്തിയതായിട്ട് സംശയമുണ്ട്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സുമായി ബന്ധപ്പെട്ട അധികൃതർ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമല്ല. പക്ഷേ ഇത് വലിയ ചർച്ചാ വിഷയമൊന്നുമായി മാറിയില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ അമേരിക്ക വളരെ ക്ലിയറായിട്ട് ഇറാനോട് പറഞ്ഞു, നിങ്ങൾ ഈ ആണവ സംഭരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ 60% പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ പൂർത്തീകരിച്ച യുറേനിയം നിങ്ങൾ വിദേശ രാജ്യത്തേക്ക് മാറ്റണം. കാരണം ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി നടത്തിയ പരിശോധനയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 9 ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാൻ മാത്രം ശേഷിയുള്ള യുറേനിയം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ അയത്തുള്ള അലി ഖമനൈ പറയുന്നു, ഇത് ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് ഊർജ്ജോൽപാദനത്തിനും അവിടുത്തെ മെഡിക്കൽ രംഗത്തെ വികസനത്തിനും ഗവേഷണ പ്രവർത്തനങ്ങൾക്കുമാണ്. അപ്പോൾ 100% സ്വന്തം രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ തയ്യാറായില്ല. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഭീഷണിക്ക് പോലും അയത്തുള്ള അലി ഖമനൈയെ പിടിച്ച് കുലുക്കാൻ കഴിയുന്നില്ല. അയാൾ വളരെ ബോൾഡായിട്ട് ഉത്തരം പറയുന്നു. ഇവിടെയാണ് ഈ അയത്തുള്ള അലി ഖമനൈയുടെ അല്ലെങ്കിൽ ഇറാന് നേരെ ആക്രമണം നടത്താമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. കഴിഞ്ഞ ഏപ്രിൽ ഇത്തരം ഒരു ആക്രമണം നടത്താൻ പോയപ്പോൾ ട്രംപ് പറഞ്ഞു, ഒരു കാരണവശാലും ഇപ്പോൾ ഒരു ആക്രമണം നടത്തരുത്. അങ്ങനെ നടത്തിയാൽ അത് 3ാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിക്കുകയോ ആണവ ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുകയോ ചെയ്യും. അതുകൊണ്ടാണ് അന്ന് അത്തരം ഒരു ആക്രമണം ഉണ്ടാകാതിരുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് അറബ് രാജ്യങ്ങളുമായിട്ട് ട്രംപ് വലിയ ചർച്ചയൊക്കെ നടത്തുകയും ഏതാണ്ട് ഈ ഇറാൻ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപ്. എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു. ഇവിടെ അമേരിക്ക പറയുന്നത് പോലെ ഇറാൻ ഈ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇസ്രായേൽ കയറി ആക്രമിക്കും. ഇസ്രായേലിന് ഇപ്പോൾ ആക്രമിക്കാൻ 2 കാരണങ്ങൾ. ഒന്ന്, ട്രംപുമായിട്ടുള്ള ഈ ബന്ധം കുറച്ചുകൂടെ ദൃഢമാക്കാൻ വേണ്ടി ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാം. 2, ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ രഹസ്യങ്ങൾ. കാരണം ലോകത്ത് ഒരു രാജ്യത്തിനും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നവർ കരുതി വച്ചിരുന്ന എന്ന ആത്മവിശ്വാസത്തിൽ നടന്നിരുന്ന ഈ തന്ത്രപ്രധാനമായ രഹസ്യങ്ങൾ. ഇതിൽ ആണവ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത് രഹസ്യ ഫയലുകളാണ്. ഒപ്പം ഇവർ ഏത് തരത്തിലുള്ള ആക്രമണമാണ് ഗസയിൽ ഉൾപ്പെടെ നടത്തുന്നത്, ഏത് തരത്തിലുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്, ഇതൊക്കെ തന്നെ ഇവരുടെ സൈനിക രഹസ്യമാണ്. ഇതാണ് കൃത്യമായിട്ട് സൈബർ അറ്റാക്കിലൂടെ ഇറാൻ ചോർത്തിയെടുത്തത്. അങ്ങനെ ഒരു മുന്നേറ്റവുമായി പോയി കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രയേലും ഒരുപോലെ ഭയപ്പെടുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട.
തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയണം. സിനിജി പറഞ്ഞതുപോലെ ഇറാൻ എന്ത് കാണിക്കും എന്നുള്ളത് ഇപ്പോഴും ലോകം അമ്പലപ്പോടെ നോക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ഇറാൻ അങ്ങനെയല്ല. തീവ്രവാദികളെ വളർത്തിക്കൊണ്ട്, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യമില്ലാതെ ജനങ്ങളെ തടവിൽ പാർപ്പിച്ചതുപോലെ ഭരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ആ ഇറാൻ ഇസ്രായേലിന്റെ രഹസ്യ രേഖകൾ, ഇസ്രായേലിന്റെ ആണവായുധ കേന്ദ്രങ്ങളൊക്കെ ചോർത്തി, അതിന്റെ രഹസ്യങ്ങൾ ചോർത്തി എന്ന് പറയുമ്പോൾ ഭയപ്പെടണം. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണവായുധം ഇടാനൊന്നും ഇറാൻ മടിക്കില്ല എന്നുള്ളതാണ്. ഇസ്രായേലിനെ പൂർണ്ണമായും തകർക്കാൻ ഇറാൻ ശ്രമിച്ചാൽ അതിൽ ഒരുപക്ഷെ ഇറാനെ അനുകൂലിക്കുന്ന കുറെ പേർ ഒന്നു ചേരുമെന്നുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ സൈനിക ശക്തി ഉണ്ട്. അവർക്ക് പലതരത്തിലും നേരിടാനുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. പോരാത്തതിന് ഇന്ത്യ അവർക്കൊപ്പം സഹായത്തിനും ഉണ്ട്. അമേരിക്കയും അവരെ സഹായിക്കാൻ രംഗത്തിറങ്ങും. എനിക്ക് തോന്നുന്നു റഷ്യയും ഒപ്പം നിൽക്കുമായിരിക്കാം. റഷ്യക്ക് ഇറാനോട് ചെറിയൊരു സ്നേഹമൊക്കെ ഉള്ളതുകൊണ്ട്, പക്ഷെ എങ്കിൽ പോലും റഷ്യയും നിൽക്കാം എന്ന് വിചാരിക്കാം. പക്ഷേ ഇറാന്റെ കയ്യിലിരിക്കുന്ന ഈ എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന രഹസ്യങ്ങൾ ഇറാന്റെ കയ്യിലിരിക്കുമ്പോൾ ഇസ്രായേൽ ഭയപ്പെടുക തന്നെ വേണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പം തന്നെ പറഞ്ഞാൽ റഷ്യ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. കാരണം ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ ആരോപണം ഉന്നയിക്കുകയും നിങ്ങൾ ഈ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ റഷ്യ കയറി ഇടപെട്ടു. വ്ളാഡിമിർ പുടിൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ ഞങ്ങൾ ഇറാനൊപ്പം നിൽക്കും. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യത. ഇപ്പോൾ ഇറാൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇസ്രയേലിൽ നിന്ന് പിടിച്ചെടുത്ത നിർണായകമായ രേഖകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ ഇതൊക്കെ ഞങ്ങളൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി, ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഏറെ സമയമെടുത്തു. അത് ഇസ്രായേലിനെ ഞെട്ടിക്കുന്നു. കാരണം ചിത്രങ്ങൾ മാത്രമല്ല, വീഡിയോകൾ ഇവർ ചോർത്തിയെടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ സൈബർ അറ്റാക്കിലൂടെ ഇസ്രായേലിൻ്റെ കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് ഇവർക്ക് നുഴഞ്ഞു കയറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിർണായകമായ രേഖകൾ ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പിടിച്ചെടുത്ത രേഖകൾ അനുസരിച്ച് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളുടെ മുനയൊടിക്കാൻ കഴിയും. കാരണം ആണവ നീക്കങ്ങൾ എങ്ങനെയായിരിക്കണം, സൈനിക നീക്കങ്ങൾ എങ്ങനെയായിരിക്കണം, അമേരിക്കയുമായി യോജിച്ചുകൊണ്ട് ഒരു വ്യോമ ആക്രമണത്തിന് പദ്ധതിയിട്ടാൽ അതിൻ്റെ റൂട്ട് അടക്കം എങ്ങനെയാണെന്ന് ഇറാന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറാൻ ഇപ്പോഴും നാവിക മേഖല ഒരു വൻ ശക്തിയാണ്. നമുക്കറിയാം അമേരിക്കയുടെ ഉൾപ്പെടെയുള്ള ട്രേഡിനായിട്ട് പോകുന്ന കപ്പലുകളെ ഹൂത്തികൾ ഇപ്പോഴും ആക്രമിക്കുന്നു. അപ്പോൾ യമനിൽ ഈ ഹൂത്തികൾക്കുള്ള എല്ലാ സഹായവും സ്വാധീനവും കൊടുക്കുന്നത്, സാമ്പത്തിക സഹായം കൊടുത്തിരുന്ന ഇറാനാണ്. അതേ ഇറാന് ഇപ്പോഴും നാവിക മേഖലയിൽ കരുത്തുണ്ട് എന്ന് അമേരിക്ക വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക പിന്നീട് ഈ ഹൂത്തികളുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ലോകത്തെ മറ്റ് കപ്പലുകൾക്ക് നേരെ നിങ്ങൾ ആക്രമണം നടത്തണം, അമേരിക്ക ഒന്ന് വിട്ടുതരണമെന്ന് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തത്. അങ്ങനെ ഇവർ തമ്മിലൊരു എഗ്രിമെൻറ്റിലെത്തുകയും തൽക്കാലം ഒരു യോജിപ്പെത്തുന്നു. അതുകൊണ്ടാണ് അമേരിക്ക പറയുന്നത് ഇറാൻ്റെ ശക്തിയെ കുറച്ച് കാണാൻ കഴിയില്ല, അവർക്കിപ്പോഴും കപ്പലുകളെ ആക്രമിക്കാനുള്ള ശക്തിയുണ്ട്. കടൽ മേഖലയിൽ, അതായത് നാവിക മേഖലയിൽ ഒരു വൻ ശക്തിയായിട്ട് ഇറാൻ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ തന്നെ ഈ ഇറാൻ്റെ ആണവ ഗവേഷണ കേന്ദ്രം ആക്രമിക്കണം, നതാൻസ് എന്ന് പറയുന്ന മേഖല ഉൾപ്പെടെ ആക്രമിക്കണമെന്ന് ഇവർ തീരുമാനമെടുത്തിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഇറാൻ്റെ ഈ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാം. അങ്ങനെ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയാൽ ആണവ വികിരണം ഉണ്ടാകും. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിന് മുന്നറിയിപ്പ് കൊടുത്തു, ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തരുതെന്ന്. ഇപ്പോൾ അമേരിക്ക ഭയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം കയ്യിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുൻ വർഷത്തേക്കാൾ 50% വർധനവ്. എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് ആണവായുധം ഉണ്ടാക്കാം. ഈ രീതിയിലുള്ള ഒരു നീക്കവുമായിട്ട് പോകുന്നതുകൊണ്ടാണ് ആയത്തുള്ള അലി ഖമേനെയി അവിടുത്തെ ടെലിവിഷനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്, നമ്മളുടെ നീക്കം എന്ന് പറയുന്നത് രാജ്യ പുരോഗതിക്ക് വേണ്ടിയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ അമേരിക്ക എന്ന് പറയുന്ന ഏകാധിപത്യ രാജ്യത്തിനോ അവിടുത്തെ ദുഷ്ടന്മാരായ ഭരണാധികാരികളോ യാതൊരു അവകാശവുമില്ല. ആ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഇസ്രായേൽ പ്രതിരോധിക്കും, ഇസ്രായേൽ ചോദിക്കും, അപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തും. ഈ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ ഇറാൻ്റെ കൈവശം ഉണ്ടെങ്കിൽ അത് പൊളിഞ്ഞു പോയില്ലേ? സ്വാഭാവികമായിട്ടും അത്ര ഒരു നീക്കമല്ലേ ഇറാൻ പറയുന്നത്. അതെ, ഇറാൻ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ സൈനികപരമായി വലിയ നീക്കം നടത്തും, ആയുധങ്ങൾ ഉപയോഗിക്കും, ചിലപ്പോൾ ആണവായുധം വരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രേഖകളൊക്കെ കയ്യിലിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ശരിക്കും കയ്യിൽ പൂമാല കിട്ടിയതുപോലെ. പക്ഷെ എന്തായാലും അമേരിക്കയും ഇസ്രായേലും ഒന്ന് പേടിക്കണം. കാരണം അവരുടെ സൈനിക രഹസ്യങ്ങളും ആണവ നീക്കങ്ങളുടെയും രേഖകൾ ചോർത്തി എന്ന് ഇറാൻ ഔദ്യോഗികമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇരു രാജ്യങ്ങളൊന്ന് ഭയപ്പെടണം അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.